ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ അമേരിക്കൻ വ്യോമസേന കൂടുതൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വാങ്ങാൻ തീരുമാനം. ഇറാനിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഉപയോഗിച്ച ബോംബുകൾക്ക് പകരമായി കൂടുതൽ GBU-57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ബോംബുകൾ വാങ്ങാൻ ബോയിങ് കമ്പനിയുമായി US വ്യോമസേന കരാറിലൊപ്പിട്ടു. 2025 ജൂണിൽ ഇറാന്റെ ഫോഡോ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിനു നേരെ നടത്തിയ ആക്രമണത്തിൽ ഈ ബോംബുകൾ ഉപയോഗിച്ചിരുന്നു. ആയുധശേഖരം പുനഃസ്ഥാപിക്കുന്നതിനും യുദ്ധസന്നദ്ധത ഉറപ്പാക്കുന്നതിനുമാണ് ഈ അടിയന്തര നീക്കം. ഏകദേശം 30,000 പൗണ്ട് ഭാരമുള്ള ഈ ബോംബുകൾ ഭൂമിക്കടിയിൽ ആഴത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ളവയാണ്. പാറക്കെട്ടുകൾക്കും മറ്റും ഇടയിലൂടെ 200 അടി താഴ്ചയിലേക്ക് തുളച്ചുകയറി പൊട്ടിത്തെറിക്കാൻ ഇവയ്ക്ക് സാധിക്കും. കരാറിന്റെ കൃത്യമായ തുക പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇത് $100 മില്യൺ, ഏകദേശം 830 കോടിയിലധികം രൂപയിൽ കൂടുതൽ വരുമെന്നാണ് സൂചന. B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചാണ് ഈ ബോംബുകൾ വർഷിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ബങ്കറുകളും ലാബുകളും തകർക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇറാനുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്ക തങ്ങളുടെ തന്ത്രപ്രധാനമായ ആയുധശേഖരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി.